നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരികളായിരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളായിരുന്ന ആളുകൾ പോലും അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ച ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആ വിഷയം നമ്മെ അറിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. നബിയെ ചോദിക്കുക, ആരാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ. ആരാണ് കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്നത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഫസയഖൂലുനല്ലാ. അപ്പോൾ അവർ പറയും അല്ലാഹുവാണെന്ന്. ഫഖുൽ അഫലാ തത്തഖൂൻ. നബിയെ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ എന്താണ് സൂക്ഷ്മത പാലിക്കാത്തത്? അല്ലെ, നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ, സജീവമായതിൽ നിന്ന് നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ, കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തുന്നവൻ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനമിറക്കുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ അടക്കം വിശ്വസിച്ചിരുന്നു.